ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകണം, ആരോഗ്യമുള്ളവരായിരിക്കണം, സന്തോഷം അനുഭവിക്കാൻ കഴിയണം, സമാധാനം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ലോകത്തുണ്ടാകില്ല. അത് മതപരമായ വിശ്വാസമോ വിശ്വാസമില്ലായ്മയോ ഒന്നും പരിഗണിക്കാതെ തന്നെ എല്ലാവരും നമുക്ക് കാണാവുന്ന കാര്യമാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ അധ്വാനങ്ങൾ ഫലമണിയണം, ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയിക്കണം, നാം എപ്പോഴും അനുഗ്രഹീതരായി കാണപ്പെടണം, നന്മകൾ അനുഭവിക്കാൻ കഴിയണം, നമുക്ക് ഈ ലോകത്ത് നിന്ന് ആർജിക്കാവുന്നതൊക്കെ ആർജിച്ചെടുക്കണം എന്നുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ലോകത്ത് ജീവിക്കുമ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, സമാധാനം വേണം എന്നൊക്കെ സാമാന്യമായി മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ഇപ്രകാരം ആഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവയ്ക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ, ചെയ്യുന്ന പ്രവൃത്തികൾ വിജയം വരിക്കാൻ കഴിയാതെ പോയാൽ, അതല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ പിഴവായി മാറിയാൽ, ആരോഗ്യം തകർന്നാൽ, സന്തോഷമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ, നാം ഇതിന്റെ കാരണമെന്ത് എന്ന് അന്വേഷിക്കും. ഈ കാരണം അന്വേഷിക്കുമ്പോൾ അതിന് പലവിധ കാരണങ്ങൾ നാം കണ്ടെത്തുകയും ചെയ്യും. ഒന്ന്, നാം സ്വയം കുറ്റപ്പെടുത്തും, നമ്മുടെ പ്രവൃത്തിയുടെ പിഴവാണ്. രണ്ടാമത്, ചുറ്റുമുള്ളവരെ കുറ്റപ്പെടുത്തും, അവരാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മൂന്നാമത്, സാഹചര്യങ്ങളെ നാം കുറ്റപ്പെടുത്തും. ഈ സാഹചര്യം ആയതുകൊണ്ടാണ്, കോവിഡ് വന്നതുകൊണ്ടാണ് സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ ചെകുത്താന്റെ പണിയാണ്, പിശാചിന്റെ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ പറയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നില്ല, അനുഗ്രഹമില്ലാത്തത് കൊണ്ടാണ് നാം ഈ നാശങ്ങൾക്കൊക്കെ വിധേയരാകുന്നത് എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കണ്ടെത്താതെ നമ്മുടെ മനസ്സ് തൃപ്തിപ്പെടില്ല. പരമാവധി നമ്മെ ഒഴിവാക്കിയിട്ടാണ് നാം എപ്പോഴും കാര്യങ്ങളെ കാണാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ തെറ്റാണ്, നമ്മുടെ കുറവാണ് എന്ന് അംഗീകരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ പിഴവുകളും പോരായ്മകളും കണ്ടെത്താൻ ശ്രമിക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പൈശാചികമായ തിന്മകളാണ് നമ്മൾ എതിർക്കുന്നതെന്ന് പറയും. ഇനി ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ല എന്ന് നമ്മൾ പരാതിപ്പെടും. വാസ്തവത്തിൽ നമ്മ ഈ ലോകത്തെക്കുറിച്ചുള്ള ധാരണയിൽ, വിശ്വാസപരമായ വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ ലോകത്തെക്കുറിച്ചുള്ള ധാരണയിൽ ഒരു അഴിച്ചുപണി നടത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് വിട്ടുന്നത് ഒരു ദൗത്യവുമായിട്ടാണ്. അത് നമ്മുടെ നാശം കാണാനുള്ളത്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്, അത് ക്ഷേമകരമായ പദ്ധതിയാണെന്ന് ജെറമിയ പ്രവചനം നമ്മോട് പറയുന്നുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. ഭൗതിക ജീവിതം ഒരു ലക്ഷ്യമുള്ളതാണ്. അത് ആത്മീയമായ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. നശ്വരമായൊരു പ്രകൃതി നമുക്കുണ്ട്. അനശ്വരമായൊരു പ്രത്യാശയിലേക്കാണ് നാം വളർന്നുകൊണ്ടിരിക്കുന്നത്. നശ്വര ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ വീഴ്ചകളെയും പോരായ്മകളെയും, നാം അനുഭവിക്കുന്ന കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും രോഗങ്ങളെയും ഒക്കെ നാം ഇങ്ങനെ ആരോപണങ്ങൾക്കകത്ത് മാത്രം കാണുന്നതും അവയോടൊക്കെ നിഷേധഭാവം പുലർത്തുന്നതും യഥാർത്ഥത്തിൽ നാം ഇവിടെ മാത്രം ജീവിക്കുന്നവരാണ്, ഈ ലോക ചുറ്റുപാടിനകത്ത് മാത്രമുള്ളവരാണ് എന്ന ചിന്ത, അല്ലെങ്കിൽ ഈ പ്രകൃതത്തിനകത്ത് മാത്രമുള്ളവരാണ് എന്ന ബോധ്യമാണ്. വാസ്തവത്തിൽ ഈ ലോകം നശ്വരമായ ലോകമാണ്. ഈ ലോകത്ത് താൽക്കാലിക വാസമേ നമുക്കുള്ളൂ. ഇതിന് വിശ്വാസപരമായ വീക്ഷണമൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് അറിയാവുന്ന കാര്യമാണ്. ഒന്നും ഭൂമിയിൽ നിലനിൽക്കുന്നില്ല, ഒരു പ്രവൃത്തിയും പരിപൂർണതയിലെത്തുന്നില്ല, മനുഷ്യർ നിത്യകാലത്തോളം ജീവിക്കുന്നില്ല. 50, 60, 70 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ താൽക്കാലികമായ അവന്റെ ജീവിതത്തിനകത്ത് ചെയ്യുന്ന പ്രയത്നങ്ങളിൽ വീഴാം, കാലിടാം, ഉയർന്നെഴുന്നേൽക്കാം, സൗഖ്യം അനുഭവിക്കാം, രോഗാവസ്ഥയിൽപ്പെടാം. എന്തൊക്കെ ആയാലും ഈ ലോകം ഇങ്ങനെ അപൂർണതകൾ നിറഞ്ഞ ഒരു ലോകമാണ്. ദൃശ്യാദൃശ്യ ലോകങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വികസിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഈ ലോകം നമ്മുടെ കേവലമായ കാഴ്ചയിലും പ്രവൃത്തിയിലും ജീവിതാവസ്ഥകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് അപരിമേയമായ ഒന്നിലേക്ക്, അനശ്വരമായ ഒന്നിലേക്ക് പരിണമിക്കുന്ന ഒന്നാണ്, മാറ്റം വരുന്ന ഒന്നാണ് എന്ന ബോധ്യം ആദ്യമേ നമുക്കുണ്ടാവണം. വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതം നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് കേവലമായ താൽക്കാലികതകളിൽ നാം കുടുങ്ങിപ്പോകരുതെന്നാണ്. ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെയും കുറവുകളുടെയും പോരായ്മകളുടെയും ഒക്കെ കാരണം വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ളതാകാം. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ പിഴവാകാം, നാം
ദീർഘവീക്ഷണമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതാകാം, വേണ്ടത്ര അറിവില്ലാതെ ചെയ്യുന്നതാകാം, അവധാനതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ടാകാം. ഒരു ബിസിനസ്സിലോ ഒരു വ്യവഹാരത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു പരീക്ഷയിലോ ഒക്കെ നമുക്ക് തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ, പരീക്ഷകൾ നമ്മെ പരാജയപ്പെടുത്തുന്നതിലേക്കാണ് പരിണമിക്കുന്നതെങ്കിൽ, നാം മനസ്സിലാക്കേണ്ടത് ആ പരാജയം ശാശ്വതമായ ഒന്നല്ല എന്ന്. ഇത് വിശ്വാസിയെ സംബന്ധിച്ചും അവിശ്വാസിയെ സംബന്ധിച്ചും ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ പരാജയപ്പെടുന്നത് നശിച്ചു പോകുന്ന ഒരവസ്ഥയല്ലെന്നും, അത് ആ വഴി സുഗമമല്ല, അല്ലെങ്കിൽ ആ വഴി പരിപൂർണതയിലേക്ക് എത്തില്ല എന്ന് തിരിച്ചറിവ് നൽകുന്ന ഒരിടം മാത്രമാണ്. ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് എന്നൊരു പാഠം ഏതൊരു വീഴ്ചയും തോൽവിയും നമ്മെ പഠിപ്പിക്കും. ബഹിരാകാശത്ത് മനുഷ്യൻ ജീവിച്ച് കടന്നു വന്ന ഒരു കാലമാണ്. ബഹിരാകാശത്ത് ഒരു ദിവസം പെട്ടെന്ന് ആളുകൾക്ക് തോന്നിപ്പോയതല്ല. നിരവധിയായ പരാജയങ്ങളിലൂടെ, പരിശ്രമങ്ങളും പരാജയങ്ങളും കൈകോർത്തു നീങ്ങിയ നിരവധി നാളത്തെ അധ്വാനത്തിന്റെ ഒരു ഫലമാണ് നാം കണ്ടത്. അതും പരിപൂർണതയിലെത്തിയിട്ടില്ല. അപ്പൊ നിരന്തരാന്വേഷണം, നിരന്തരമായ പരിശ്രമം എന്നതാണ് ഈ ലോകത്ത് മനുഷ്യത്വത്തിന്റെ കയ്യേൽപ്പിക്കപ്പെട്ട ഒരു കാര്യമെന്ന് ആദ്യം തിരിച്ചറിയണം. വിജയത്തെ സംബന്ധിച്ചും പരാജയത്തെ സംബന്ധിച്ചുമുള്ള നമ്മുടെ ധാരണകൾ അഴിച്ചു പണിയണം. ഈ ലോകത്ത് നമ്മുടെ പിഴവുകൾ കൊണ്ട്, മറ്റുള്ളവരുടെ കുറവുകൾ കൊണ്ട്, സാഹചര്യത്തിലെ സമ്മർദ്ദം കൊണ്ട്, പൈശാചികമായ പ്രവർത്തനങ്ങൾ കൊണ്ട്, ദൈവാനുഗ്രഹമില്ലാതെ ഇങ്ങനെയൊക്കെയാണ് വീഴ്ചകൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് കണക്ക് കൂട്ടുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കാത്തതാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പമെന്ന് കണക്ക് കൂട്ടുന്ന ആ ഭാഗം യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളെ ലഘൂകരിച്ച് കാണുന്ന പ്രവൃത്തിയാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതാകും വിധം തടസ്സം ചെയ്യുന്ന പ്രവൃത്തികൾ കൂടിയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നൊരു കാര്യത്തേക്കാണ്. നമുക്ക് ഈ അവസരങ്ങൾ ലഭിക്കുന്നതും കഴിവും പ്രയത്നശേഷിയും അവസരങ്ങളും തന്ന് ദൈവം നമ്മെ ഓരോ ദൗത്യം ഏൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ദൗത്യത്തിൽ നാം പുരോഗമിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ആത്യന്തിക വിജയത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നശ്വര പ്രകൃതി അനശ്വരതയിലേക്ക് എത്തുന്നതിന് ആവശ്യമായ ചുവടുവെപ്പുകൾ ഇങ്ങനെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് പ്രാധാന്യമുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആലോചിക്കാം, വ്യക്തിപരമായ പിഴവുകൾ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾക്കുണ്ടോ? വ്യക്തിപരമായ പ്രവൃത്തികൾ വേണ്ടത്ര ആലോചനയില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ആകാം, നമ്മുടെ പരിചയക്കുറവിൻ്റെ ആകാം, പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ കഴിയാത്തതിന്റെ പരിമിതികളാകാം. ഈ പരിമിതികളൊക്കെ ഈ ലോക സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നവയാണ്. അതുകൊണ്ട് ഒരു പ്രയത്നം ഉണ്ടാകുമ്പോൾ, ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ, ഒരു പരീക്ഷയിൽ ഏർപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ഒരു പരിശ്രമത്തിൽ ഏർപ്പെടുന്നുവെന്ന് മാത്രമാണ്. വിജയം എന്നത് യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കകത്തും അടങ്ങിയിട്ടുണ്ട്. തോൽക്കുന്നുവെന്ന് കരുതുന്ന പ്രവൃത്തിക്കകത്ത് പോലും വിജയത്തിന്റെ ഒരു പടവ് നാം കയറിയിട്ടുണ്ട്. അതൊരു തോൽവിയല്ലെന്നും ഇത് ജീവിതത്തിന്റെ ഭാഗമാണെന്നും അറിയണം. നശ്വരതയെ മറികടക്കാൻ മനുഷ്യൻ ചെയ്യുന്ന പ്രയത്നങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് ആദ്യം അവനവനോടുള്ള അവമതിപ്പില്ലാണ്ടാകും. നമ്മുടെ അറിവ് കുറവും കഴിവ് കുറവും അംഗീകരിക്കണം. പോരായ്മകളുണ്ട്, വീഴ്ചകളുണ്ട്. നമ്മുടെ പ്രയത്നങ്ങൾ വേണ്ടത്ര ചിന്തയോടെ ആയിരുന്നില്ല. പലപ്പോഴും പല പ്രവൃത്തികൾക്ക് ശേഷവും നമ്മൾ തിരിച്ചറിയുന്നത് അത് വേണ്ടത്ര ശ്രദ്ധയോടെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ഈ ഒരു കുറവ് നമുക്കുണ്ടായിരുന്നു, ആ കുറവ് അംഗീകരിക്കുകയും ആ കുറവിനെ മറികടക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ബോധ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവേകം അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അവിടെ നമുക്ക് അറിവ് കുറവുണ്ടെങ്കിൽ വൈദഗ്ധ്യമുള്ളവരോട്, നൈപുണ്യമുള്ളവരോട് നമുക്കതിനെക്കുറിച്ച് ആരായാം, നമുക്ക് പഠിക്കാം. അങ്ങനെ പഠിച്ചും പരിശ്രമിച്ചും ജീവിതത്തിൽ പുരോഗമിക്കുക എന്നൊരു വഴിയിലാണ് നാം. ഈ ലോകത്ത് നിരവധി പദ്ധതികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയപ്പെട്ട പദ്ധതികളൊന്നും അതോടെ നശിച്ചു പോവുകയല്ല ചെയ്തിട്ടുള്ളത്. ആ പദ്ധതികളെ, അതിന്റെ ന്യൂനതകൾ പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ മനുഷ്യവംശം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രകൃതിക്ഷോഭത്തെ നേരിടുമ്പോൾ പോലും പ്രകൃതിയെ എങ്ങനെ മെരുക്കാമെന്നും എങ്ങനെ വാസയോഗ്യമാക്കാമെന്നും എങ്ങനെ ദാരുണമായ ദുരന്തങ്ങൾ ഒഴിവാക്കാമെന്നും നാം പഠിക്കുകയാണ്. ആ സംഭവത്തിനകത്ത് നമുക്ക് വീഴ്ചയും വേദനയും നഷ്ടവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങൾ ആത്യന്തിക നഷ്ടങ്ങളല്ല. നാം പ്രയത്നത്തിൽ
പുരോഗമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇങ്ങനെ തിരിച്ചറിയണം. മാത്രമല്ല, ഈ ലോകത്ത് തീർന്നു പോകുന്ന, ഈ പ്രവൃത്തിക്കകത്ത് തീർന്നു പോകുന്ന, ഈ ചെറിയ ആയുസ്സിനകത്ത് തീർന്നു പോകുന്ന ഒന്നാണ് ജീവിതമെന്ന് വന്നാൽ സാമാന്യഗതിയിൽ നാം നിരാശരാകും. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് നാം ഇത് തിരിച്ചറിയണം. നാം നമ്മെക്കുറിച്ച് അപമതിപ്പുള്ളവരാകല്ല വേണ്ടത്. നമ്മുടെ പിഴവുകൾ ഏതാണ് എന്ന് നോക്കണം. വ്യക്തതയോടെ, കൃത്യതയോടെ അത് പരിഹരിച്ച് മുന്നേറാൻ, നമ്മുടെ പരിമിതികളെ മറികടക്കാനുള്ള ചവിട്ടുപടിയായി അതിനെ കാണാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ബിസിനസ്സിൽ തകർന്നെന്നോ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയത്നങ്ങൾ ഏർപ്പെട്ടിട്ട് വിജയിച്ചില്ലെന്നോ, നാം അധ്വാനിക്കുന്നതിനനുസരിച്ച് പ്രതിഫലം കിട്ടുന്നില്ലെന്നോ എന്നൊക്കെ തോന്നുമ്പോൾ നാം നമ്മുടെ അറിവും നമുക്ക് കയ്യേൽപ്പിക്കപ്പെട്ട ശേഷിയും ഉപയോഗിച്ച് നാം കൂടുതൽ പുരോഗമിക്കാനുള്ള പരിശ്രമത്തിലേക്ക് ഏർപ്പെടണം. ഒരു പ്രാവശ്യം ചാടിയിട്ട് പറന്നു പോകുന്ന ഒരു പക്ഷിയെ പിടികിട്ടിയില്ലെങ്കിൽ പക്ഷികൾ ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിപ്പുണ്ട്. നിരന്തരം ചാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ പക്ഷിയെ പിടികിട്ടുക എന്നുള്ളതല്ല, നിരന്തരം ചാടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഒരു സംരംഭകൻ പണ്ട് കാണാനിടയായത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് കാണുന്നത്. അവന് ഒരു വണ്ടിയൊന്നുമില്ല, ബസ്സിൽ കയറി വേണം പോകാൻ. അവനൊരു സ്റ്റിക്കർ അടിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്ര രാവിലെ നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ പറഞ്ഞു, ഇന്നത്തെ ടാർഗറ്റ് 100 പേരെ കാണുമെന്നുള്ളതാണ്. ഇന്ന് 100 പേർ ബിസിനസ് തരുമെന്നല്ല വിശ്വസിക്കുന്നത്, 100 പേരെ കാണും, ശ്രമിക്കും. 100 പേരെ കാണും എന്നത് ഒരു ദൗത്യമായി ഏറ്റെടുത്ത് നിരന്തരം ആ പ്രയത്നത്തിൽ അവൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ വിജയിക്കാതിരിക്കില്ല, കാരണം അവന്റെ പ്രയത്നം അത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെയും നിരന്തരമായ ശ്രമത്തിൽ ഏർപ്പെടാനുള്ള മനക്കരുത്തോടെയും ഉത്സാഹത്തോടെയും മുൻപോട്ട് പോകുക എന്നുള്ളതാണ് പരമപ്രധാനം. അവിടെ നമ്മുടെ കോൺഫിഡൻസ് തകരുമ്പോൾ ദൈവം നമുക്ക് കൂട്ടായിട്ടുണ്ട്, അവനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ മാത്രമല്ല എന്ന ബോധ്യമുണ്ടാകുമ്പോൾ നമ്മുടെ പ്രയത്നം ആത്മീയ അർത്ഥമുള്ളതായി കൂടി മാറും. എന്നല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യം പ്രാർത്ഥിച്ചു നേടുകയല്ല, നമ്മൾ ഒരു കാര്യത്തിൽ ദൈവത്തോട് കൂടെ പ്രയത്നിക്കുകയും ദൈവം നമുക്ക് നൽകുന്ന വിജയം അനുഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അവനവനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് മാറണം. അല്ലെങ്കിൽ ഇയാള് ശപിക്കപ്പെട്ടവനാണ്, ഇയാൾക്കൊന്നും കിട്ടില്ല എന്നുള്ള ധാരണ മാറണം. രണ്ടാമത്തേത്, നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. ഇവർ കാരണമാണ് നമ്മുടെ ജീവിതം തകരുന്നത്, ഇവർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ പറ്റാത്തത് എന്ന ധാരണമാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു പരിധിയും പരിമിതിയും ഉള്ള കാര്യം അറിയണം. അവർക്ക് നമ്മെ നശിപ്പിക്കാൻ സാധ്യമല്ല, തോൽപ്പിക്കാൻ സാധിക്കും, പക്ഷെ നശിപ്പിക്കാൻ കഴിയില്ല. ഓരോ തോൽവിയും വിജയം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രയത്നിക്കേണ്ടത് എന്ന പാഠമാണ് നൽകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നാം കൂടുതൽ കരുത്തുള്ളവരാകുകയാണ് ചെയ്യുന്നത്, കരുത്തിന്റെ പുതിയ മാർഗങ്ങൾ തേടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നാം നശിച്ചു പോകുന്നില്ല. ലോകത്തെ ഒരു മനുഷ്യനും നമ്മെ നശിപ്പിക്കാൻ സാധ്യമല്ല, കാരണം നമ്മെ ദൗത്യമേൽപ്പിച്ചതും ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളതും ദൈവമാണ്. ഈ ഒരു ഉറപ്പ് ഹൃദയത്തിലുണ്ടാകണം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? റോമ 8:31. അതുകൊണ്ട് ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന ഏതെങ്കിലും മാർഗങ്ങളിൽ നമ്മെ തടയുന്ന, പ്രതിരോധമുണ്ടാക്കുന്ന, നമ്മോട് എതിരിടുന്ന ശക്തികൾ മനുഷ്യരായോ പ്രകൃതിയായോ മൃഗങ്ങളായോ ഒക്കെ ചുറ്റുപാടുമുള്ളത് നമുക്കെതിരെ വരുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഇതിനെ മറികടക്കാനുള്ള ശേഷി കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ആ ശേഷി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ അവസരത്തെ മനസ്സിലാക്കണം. മൂന്നാമത്തേത് സാഹചര്യങ്ങളെക്കുറിച്ചാണ്, സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ്. ലോകത്ത് വിവിധങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാവും. നാം ഏറ്റവും ചുരുങ്ങിക്കാണേണ്ട ഒരു കാര്യം, വേനൽ വരുന്നു. അപ്പോൾ വഴിയരികിലൊക്കെ വെള്ളം വിൽക്കുന്നവരും പഴങ്ങൾ വിൽക്കുന്നവരും ഒക്കെ ധാരാളമായിട്ട് വരും. അത് കഴിഞ്ഞ് മഴ വരും. അപ്പോൾ അവർ കപ്പലണ്ടി പുറത്തും മറ്റു പല ബിസിനസ്സുകളിലേക്ക് ഏർപ്പെടും. നമ്മൾ ഈ ലോകം എങ്ങനെയാണ് നമ്മോട് ഇടപെടുന്നത്, ആ സാഹചര്യത്തിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വിവേകപൂർവ്വം പ്രവർത്തിക്കുകയാണ് വേണ്ടത്. സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് ഒളിക്കുകയോ പരിതപിക്കുകയോ അല്ല വേണ്ടത്. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴും പ്രതികൂലമാകുമ്പോഴും കർത്താവാണ് കൂടെയുള്ളത്. ഇങ്ങനെ നമ്മുടെ അകമേ ദൈവമുണ്ടെന്നും ദൈവമാണ് നമ്മെ ഒരു പ്രയത്നം ഏൽപ്പിക്കുന്നതെന്നും ബോധ്യത്തോടെ ഏത് പ്രയത്നത്തിൽ ഏർപ്പെട്ടാലും വിജയം വരിക്കാൻ നമുക്ക് കഴിയും. ഇനി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന പൈശാചിക തിന്മകളെ കുറിച്ച്, അവയൊക്കെ നമ്മെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവയൊക്കെ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തും, അവയൊക്കെ നമ്മെ ഭരിക്കും, നമ്മെ തകർക്കും എന്നുള്ള അബദ്ധധാരണ നമുക്കുണ്ടായിക്കൂടാ. പൈശാചിക തിന്മകൾ നമ്മെ പ്രലോഭിപ്പിക്കും, ജീവിതത്തിൽ പ്രലോഭിപ്പിക്കും. അത് നമ്മുടെ സമ്പത്ത് തകരാൻ വേണ്ടിയൊന്നുമല്ല. സമ്പത്ത് തകർന്നാൽ എന്താ സാധാരണ സംഭവിക്കുക? സാമ്പത്തികമായ തകർച്ചയുണ്ടായാൽ നമ്മൾ ദൈവത്തിലേക്ക് ആശ്രയിക്കും. ഒരു ഭാഗത്ത് നിരാശയിലേക്ക് വീഴാം, ഒരു ഭാഗത്ത് ദൈവത്തിലേക്ക് പ്രവേശിക്കും.
അപ്പൊ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു തകർച്ചയെ മുതലെടുത്ത് നിരാശയിലേക്ക് നമ്മെ പതിപ്പിക്കാനാണ് പിശാച് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന പിശാചിനെ മറികടക്കാൻ ഈ തോൽവി എനിക്കൊരു തോൽവിയല്ലെന്നും ഏത് കാറ്റിലും കോളിലും കടലിന്റെ നടുവിലും കർത്താവ് കൂടെ വരുമെന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അവിടെ നിരാശയെ മറികടന്ന പ്രത്യാശ നമുക്കുണ്ടാകണം. കഷ്ടത, സഹനശീലം, ആത്മധൈര്യം, പ്രത്യാശ എന്നിവ വളർത്തുന്നുവെന്ന് റോമ 5:4-5 തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. ഇനി അടുത്തത്, ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ദൈവം നമ്മെ അനുഗ്രഹിക്കാത്തതാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ അനുഗ്രഹീതരാണ്. അത് തിരിച്ചറിയണം. കാരണം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എന്നേക്കും അവനെ കൈവിട്ടില്ല ദൈവം. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 3:15 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവം നമ്മെ ശപിക്കുന്നതായി പറയുന്നുണ്ട്. ഉൽപ്പത്തി ഒരു കഥയാണെന്ന് ഓർക്കണം. ദൈവത്തോട് അനുസരണം ലംഘിക്കുന്ന മനുഷ്യൻ വീണു പോകുന്ന വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ വീഴ്ചയ്ക്കകത്തും അവനെ ഇലകൾ തുന്നി ഉടിപ്പിച്ച് നാണം മറപ്പിക്കുകയും നിനക്കൊരു രക്ഷകൻ വരുമെന്നും അവൻ നിന്നെ രക്ഷിക്കുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദൈവം നമ്മെ കൈവിടുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മെ കൈവിടുന്നില്ല, ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാകണം. നമുക്ക് സ്വയമായി ഉണ്ടാകേണ്ട ഒരു ബോധ്യമാണത്. മനുഷ്യൻ പാപം ചെയ്തപ്പോ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാൻ മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവം നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും നമ്മെ ശപിക്കാൻ സാധ്യമല്ല, നമ്മെ തകർക്കാൻ സാധ്യമല്ല. ഒരു മനുഷ്യനോ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഏതെങ്കിലും ഒരു ശക്തിക്കോ നമ്മുടെ മേലെ ആധിപത്യമില്ല. ആധിപത്യം കർത്താവിന്റെ കയ്യിലാണ്. കർത്താവാണ് നമ്മെ നയിക്കുന്നത് എന്ന് ബോധ്യം ഉണ്ടാകണം. അതിപ്പോ സംരംഭങ്ങളെ കുറിച്ച് ഞാൻ സാമാന്യമായിട്ട് പറഞ്ഞതാണ്. ദൈവാനുഗ്രഹമുള്ളവരാണെന്ന് നമ്മൾ ഓർക്കണം. ദൈവം നമ്മെ നാശത്തിന് കൈവിടില്ല. ശാപത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വേറെ പറയാം. ഇനി രോഗങ്ങൾ ഉണ്ടാവും. മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? അത് നശ്വര പ്രകൃതിയാണ്. ഒരു വൃദ്ധിക്ഷയമുണ്ട്, വളർച്ചയും ഒരു ക്ഷയവും. അത് ശരീരത്തിന് ബാധിക്കുന്ന കാര്യമാണ്. ശരീരം നശ്വരമാണ്, അത് മണ്ണിലേക്ക് ചേരേണ്ടതാണ്, അഥവാ ഈ ലോകത്തിൽ ലയിച്ചു ചേരുന്ന ഒന്ന് മാത്രമാണ്. അത് നിലനിൽപ്പുള്ള കാര്യമല്ല. പക്ഷെ അത് നിലനിൽക്കാതെ പോകുന്നത്, അത് ശൂന്യവൽക്കരിക്കപ്പെട്ടു പോവുകയല്ല ചെയ്യുന്നത്. അതിനകത്തു നിന്ന് ഒരു പുതുനാമ്പ് ഉദയം ചെയ്യും, ഒരു സ്വർഗീയ ശരീരം ജനിക്കും. അപ്പൊ ഭൗതിക ശരീരത്തിന് രോഗപീഠകൾ ഉണ്ടാവുന്നു, തകർച്ചകൾ ഉണ്ടാവുന്നു. വൃദ്ധിക്ഷയം എന്ന ഈ പ്രക്രിയ, നശ്വരത അതിനെ പിടികൂടുന്നു. അത് ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കണം, ശരീരത്തിൽ ആശ്രയിക്കരുത് എന്ന കാര്യമാണ്. ശരീരമല്ല ആശ്രയകേന്ദ്രമാകേണ്ടത്, ആത്മാവാണ്. യോഹന്നാൻ സുവിശേഷം 6:61 പറയുമല്ലോ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരത്തിന്റെ 2 ദൗത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്: ഒന്ന്, അതിന് സഹിക്കാൻ കഴിയും; 2, അതിന് മറ്റുള്ളവർക്കായിട്ട് മുറിച്ചു വിളമ്പാൻ കഴിയും. ശരീരത്തിന്റെ ധർമ്മത്തെ തിരിച്ചറിയണം. സുഖവാസനകൾ നമ്മെ പിടികൂടുമ്പോഴാണ് ശരീരം രോഗഗ്രസ്തമാകുന്നതിനെ കുറിച്ച് നമുക്ക് അങ്കലാപ്പുണ്ടാകുന്നത്. അത് ദൈവാനുഗ്രഹമില്ലായ്മയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഇതൊരു പ്രകൃതമാണ്, നശ്വര പ്രകൃതിയാണ്. നശ്വര പ്രകൃതത്തിനകത്താണ് നാം ജീവിക്കുന്നത്. അതിനെ അനശ്വരമാക്കി മാറ്റുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിലുണ്ട് എന്ന ബോധ്യമാണ്. ഞാനും നിങ്ങളും വ്യക്തികളെന്ന നിലയ്ക്ക് കടന്നു പോകേണ്ടവർ മാത്രമാണ്. ഈ കടന്നുപോകൽ ശേഷവും മനുഷ്യവംശം നിലനിൽക്കുന്നുണ്ട്. മനുഷ്യവംശം നിലനിൽക്കുന്നു. ആ മനുഷ്യവംശത്തിനകത്ത് ഞാനും നിങ്ങളും ഈ നശ്വരതയെ മറികടക്കുന്ന പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. നശ്വരതയെ അനശ്വരമാക്കുന്നത് അതിന്റെ ആത്മഭാവമാണ്. ആത്മഭാവം എങ്ങനെയാണ്? ആത്മഭാവം ശരീരത്തിന്റെ താൽക്കാലികതകളിലൂടെയുള്ളതല്ല, അതിനപ്പുറത്തേക്ക് കിടക്കുന്ന ഒന്നാണ്. രോഗം ഒരാളെ സംസ്കരിച്ചെടുക്കുന്നുണ്ട്. അയാളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും, ജീവിത ദർശനത്തിൽ മാറ്റം ഉണ്ടാകും. രോഗം കുഞ്ഞിനാകാം, മുതിർന്നവർക്കാകാം, പ്രായമുള്ളവർക്കാകാം, ആർക്ക് വേണമെങ്കിലും വരാം. രോഗം വരുമ്പോൾ നശിക്കുന്നത് ശരീരം മാത്രമാണെന്നും ആത്മാവിന് നാശമില്ലെന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ജീവനെയും വിലമതിക്കുന്നവരായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് രോഗമുണ്ടാകുന്നതോ അപകടങ്ങൾ ഉണ്ടാകുന്നതോ വീഴ്ചകൾ ഉണ്ടാകുന്നതോ പരാജയങ്ങൾ ഉണ്ടാകുന്നതോ അവയൊക്കെ നമ്മെ നശിപ്പിക്കുന്നവയല്ലെന്നും യോഹന്നാൻ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 4-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട് ലാസറിന്റെ രോഗാവസ്ഥയെക്കുറിച്ച്. ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല. അപ്പൊ രോഗം നമ്മെ കൊന്നുകളയും എന്നല്ല കരുതേണ്ടത്. രോഗം ഒരവസ്ഥയാണ്. ശരീരത്തിന്റെ ദുർബലതകളെ തിരിച്ചറിയാനും ശരീരത്തെക്കാൾ ഉപരിയായി നമ്മുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ആത്മസ്വരൂപമായ ദൈവത്തിലേക്ക് നമ്മെ എടുത്തു വെക്കാനും നമുക്ക് ശക്തി നൽകുന്നൊരിടം മാത്രമാണ്. ഇനി രോഗാവസ്ഥകൾ ശാപം കൊണ്ടോ പാപം കൊണ്ടോ ഒക്കെ വരുന്നതാണെന്ന് വന്നാൽ നിശ്ചയമായിട്ടും അങ്ങനെ അല്ലെന്ന് തെളിവ്
നമ്മൾ വിശുദ്ധരെ കുറിച്ചുള്ള വിശ്വാസമാണ്. വിശുദ്ധാത്മാക്കളൊക്കെ സഹിച്ചു മരിച്ചവരാണ്. രോഗപീഠകളായാലും തകർച്ചകളായാലും മറ്റുള്ളവരുടെ പീഡനങ്ങളായാലും ഒക്കെ അവരുടെ ശരീരത്തെ തകർക്കാനിടയായി. പക്ഷെ ശരീരത്തിന്റെ ഈ ക്ഷയാവസ്ഥ, ഈ നശ്വരത അനശ്വരമായൊരു പ്രത്യാശയിലേക്ക് അവരെ വളർത്തി. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തോടെ രോഗത്തെയും ലോകത്തെയും മറികടന്ന് ദൈവസന്നിധിയിൽ ചിരപ്രതിഷ്ഠ നേടിയ ആത്മാക്കളെയാണ് വിശുദ്ധരെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ബോധ്യം നമുക്കുണ്ടാകണം. ശരീരത്തിൽ സഹിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ സഹിക്കാനുള്ള അവകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരീരം നമ്മെ തോൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. ആത്മാവിനെ ഈ ലോകത്ത് അവതരിപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ശരീരത്തെ ഈ ലോകത്തിന്റെ എന്ത് പ്രതികൂലങ്ങൾ നേരിട്ടാലും ആ പ്രതികൂലങ്ങൾക്കകത്ത് ആത്മാവ് പ്രകാശിക്കണം. ആത്മാവ് പ്രകാശിക്കുമ്പോൾ ശരീരത്തിന്റെ രോഗാവസ്ഥയെ മറികടക്കാൻ പറ്റും. അത് രോഗങ്ങളെ മാറ്റിത്തരുമെന്നല്ല പറയുന്നത്. ഈ രോഗത്തിന്റെ ദുർബലതയെ, അത് നമ്മിലേൽപ്പിക്കുന്ന ആഘാതത്തെ, അത് നമ്മെ തകർക്കുന്ന അനുഭവങ്ങളെ മറികടക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് പാർക്കിൻസൺസ് രോഗമുണ്ടായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവിതകാലത്തുടനീളം നിരന്തരം പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അദ്ദേഹം കർമ്മോത്സുകനായിരുന്നു. ഒരിക്കൽ പോലും രോഗത്തിന് അടിപ്പെട്ട് വീണുപോകുകയല്ല ചെയ്തത്. ആ അവസ്ഥയിലും നിരന്തരം ദൈവാശ്രയത്തോടെ മുന്നേറാൻ പറ്റി. ഈ ലോകത്ത് ഏതൊരാളാണ് രോഗമില്ലാത്തവരായിട്ടുള്ളത്? ശരീരമുണ്ടോ അതിന് രോഗമുണ്ട്. രോഗമില്ലാത്ത ശരീരം ശവശരീരം മാത്രമാണ്. ശരീരത്തിനകത്ത് രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതും നമ്മെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയല്ലെന്നും നമ്മുടെ ശരീരത്തിന് ജീവന്റെ ലക്ഷണമാണെന്നും കാണണം. ജീവന്റെ ലക്ഷണമാണ് രോഗങ്ങൾ. രോഗങ്ങളെ പരിഹരിക്കാൻ മനുഷ്യൻ ഇന്നുവരെ നടത്തിയിട്ടുള്ള അധ്വാനങ്ങളൊക്കെ തന്നെ ഈ രോഗാവസ്ഥകളിൽ നിന്ന് വിമോചിതനാകാൻ അവൻ എത്രത്തോളം കഴിവ് നൽകിയിട്ടുണ്ടോ അതിനൊരു കാരണം രോഗാവസ്ഥയായിരുന്നു. ആ പ്രശ്നത്തെ മറികടക്കാൻ, അതിജീവിക്കാൻ ശ്രമിച്ച ശ്രമങ്ങളാണ്. അപ്പൊ ഇത് ആദ്യം കണ്ടുപിടിച്ച ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ആ കണ്ടുപിടിച്ചവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ഉണ്ടാക്കിയ നേട്ടങ്ങൾ അവർ അനുഭവിച്ച സഹനങ്ങളിൽ നിന്ന് കൂടിയാണെന്ന് അറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും രോഗങ്ങളെയും ഒക്കെ ദൈവാനുഗ്രഹമില്ലായ്മയായിട്ടോ ശാപമായിട്ടോ അല്ല കാണേണ്ടത് അത് ഇതിന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം അതിനുണ്ട്. ചെറുപ്പകാലത്ത് വളരാൻ ആഗ്രഹിക്കും. വളർന്നു വരുമ്പോൾ നമ്മൾക്ക് വയസ്സായി എന്ന് തോന്നും, നമ്മൾ ക്ഷയിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടാകും. വലുതാകാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. പക്ഷെ ഇത് ഒരു സ്വാഭാവികതയാണ്. മനുഷ്യൻ അങ്ങനെ പടവുകളിലൂടെ കടന്ന് ആത്മസ്വരൂപത്തിന്റെ അസാമാന്യമായ പ്രകാശത്തെ ലോകത്ത് പ്രകാശിപ്പിക്കണം. ഇത് ജീവിതാവസ്ഥകൾ കൊണ്ടൊക്കെ സംഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് രോഗങ്ങളോ തകർച്ചയെന്ന് പറയുന്ന സാമ്പത്തിക വീഴ്ചകളോ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയാത്ത കാര്യങ്ങളെയൊക്കെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക പ്രലോഭനമാണ്. ഇത് സ്വാഭാവികതയാണ്. ഈ സ്വാഭാവികതയെ മറികടക്കാൻ അതിജീവനത്തിന് ശേഷിയുള്ളവരാണ് മനുഷ്യർ. മാനവകുലം ഒന്നാകെ ഇങ്ങനെ അതിജീവിച്ചാണ് ഇന്നത്തെ നിലയിൽ എത്തിയിട്ടുള്ളത്. ഇത് പെട്ടെന്ന് പൊടുന്നനെ വന്നു ചേർന്നതല്ല. ഇനി ചില ആളുകൾ പറയുന്നത് ഈ പ്രാർത്ഥിക്കാത്തവർക്കാണ് കുഴപ്പമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, 800 കോടി മനുഷ്യരിൽ എത്ര കോടി മനുഷ്യർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമില്ലാത്തവരായ എത്ര പേരുണ്ട്? കത്തോലിക്കരിൽ തന്നെ യഥാർത്ഥ വിശ്വാസത്തിലുള്ളവർ എത്ര പേരുണ്ട്? വിശ്വാസമോ അവിശ്വാസമോ അല്ല ഭൂമിയിലെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഭൂമിയിലെ ജീവിതത്തെ എങ്ങനെ സ്വർഗോന്മുഖമാക്കാം എന്ന കാര്യമാണ് വിശ്വാസം നമ്മോട് പറയുന്നത്. അതല്ലാതെ ഈ താൽക്കാലികതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമല്ല വിശ്വാസം എന്ന കാര്യം ഉറപ്പിക്കണം. ഇത് സമാനതയാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. രോഗം വരുന്നത് മതം നോക്കിയോ ജാതി നോക്കിയോ അല്ല. വിശപ്പ് വരുന്നത് ജാതി നോക്കി മതം നോക്കിയല്ല. വിശ്വാസം എന്തെന്നനുസരിച്ചല്ല ജീവിതത്തിൽ ദുരന്തങ്ങളും കഷ്ടതകളും വരുന്നത്. എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ ദിവസം ഒരു കെണി പോലെ വന്ന് ഈ നാൾ ഒരു കെണി പോലെ വന്ന് പതിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷം 21:34 പറയുന്നുണ്ട്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ ആ ദിവസം ഒരു കെണി പോലെ വന്ന് പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭൂമിയിൽ ജീവിക്കുന്ന സകലരുടെ മേലും ഇത് വന്ന് പതിക്കും. അങ്ങനെ സകലരുടെ മേലും വന്ന് പതിക്കും. പക്ഷേ അതിൽ നിന്ന് വിമോചനം നൽകുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നമ്മോടൊപ്പമുണ്ട്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഒരു രോഗം സൗഖ്യപ്പെടുന്നത് കേവലം ശാരീരികമായ സൗഖ്യം കൊണ്ട് മാത്രമല്ല, സുഖവാസനകളിൽ നിന്നുള്ള മോചനം കൊണ്ടുകൂടിയാണ്. സുഖവാസനകളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നു. കൊച്ചുരച്ചയുടെ രോഗം മാറിയില്ല. ക്ഷയമായിരുന്നു, 9 വർഷം ക്ഷയരോഗിയായിരുന്നു. അൽഫോൻസമ്മയ്ക്ക് മഹോദരമായിരുന്നു, മാറിയില്ല. പക്ഷേ രോഗം മാറുന്നതിനേക്കാൾ ആ രോഗം ഒരാളിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെ, സുഖവാസനയുടെ തടവിൽ നിന്ന് വിമോചിതരാകാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ശരീരത്തെ പരിഗണിക്കാതെ, ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയെ പരിഗണിക്കാതെ അതിനപ്പുറത്തേക്ക്
ജീവിതത്തെ കാണാൻ കഴിഞ്ഞു. ക്രിസ്തുവിൽ അവർക്ക് ഉദ്ധാനത്തിന് മഹിമയിൽ പങ്കുചേരാൻ പറ്റി. അപ്പൊ അതിന് കാരണമാകുന്നത് വിശ്വാസം കേവലമായ ശാരീരിക സൗഖ്യമല്ല, യഥാർത്ഥത്തിൽ പ്രദാനം ചെയ്യുന്നത് അതിനപ്പുറത്ത് ക്രിസ്തു നൽകിയ സൗഖ്യത്തെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ശേഷിയാണ്. ആ സൗഖ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നു, തകർച്ചകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നിരന്തരമായ അന്വേഷണങ്ങൾ ഏർപ്പെടുന്നതിന് പകരം ഇവയെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എന്നൊരു കാര്യം അറിയണം. ഇവയെ കേവലമായി അതിജീവിക്കുകയല്ല, ഇവയിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മവീര്യം വീണ്ടെടുത്തുകൊണ്ട് ഇവയ്ക്കൊക്കെ അപ്പുറത്തേക്ക് നീങ്ങാൻ, അതിജീവനത്തിന് ശേഷിയായി ജീവിക്കാൻ നമുക്ക് കഴിയും എന്നതാണ് വിശ്വാസം ലോകത്ത് വെളിപ്പെടുത്തിയത്, മനുഷ്യകുലം വെളിപ്പെടുത്തിയത്. മനുഷ്യജീവിതം നിരന്തരം ദൈവാനുഗ്രഹത്തിന്റെ പക്ഷത്താണെന്നും ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളവരാണെന്നും ഒരു ശാപവും നമ്മുടെ മേലെന്നും അറിയണം. ഇനി ശാപമുള്ള കാര്യം ആദ്യം പറഞ്ഞല്ലോ. ആദ്യം ശപിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പക്ഷെ ദൈവം കൈവിടുകയല്ല. പിന്നീട് ഒരിക്കലും ദൈവം മനുഷ്യനെ ശപിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ജലപ്രളയം വരുമ്പോൾ പോലും എന്നേക്കുമായി മനുഷ്യകുലത്തെ നശിപ്പിക്കുകയില്ല എന്നൊരു വാഗ്ദാനമാണ് ഈ പ്രളയത്തിന് ശേഷം ദൈവം നൽകുന്നത്. ക്രിസ്തുവിൽ നാം വീണ്ടെടുക്കുന്നതിന് മുൻപ് തന്നെ ശാപങ്ങളെ സംബന്ധിച്ച് പഴയ നിയമം എപ്പോഴും ശാപങ്ങളുടെയും ദുരിതങ്ങളുടെയൊക്കെ ലോകം പറയുന്ന കാര്യമാണ്. നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ശപിക്കപ്പെടുമെന്നാണ് അവിടെ പറയുന്നത്. അവിടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിൽ വെളിപ്പെട്ടത് ദൈവം സ്നേഹമാണെന്നാണ്. ഇങ്ങനെ പരിപൂർണത വരുന്നൊരു കാര്യം നമ്മൾ അറിയണം. പഴയ നിയമത്തിൽ പറയുന്നത്, ശാപങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഒരു കാര്യം എങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ, സേവിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങളെ ശപിക്കും. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾക്കൊക്കെ കാരണം ശാപമാണ്. അന്ന് കുഷ്ഠം ശാപമായിട്ടേ കരുതിയിരുന്നത്, ഒരു രോഗമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല. മനുഷ്യവംശം നിരന്തരമായി അന്വേഷണങ്ങളിലൂടെ, ശാസ്ത്രീയമായ കണ്ടെത്തലുകളിലൂടെ രോഗത്തിന് മൂലകാരണം കണ്ടുപിടിക്കുകയും ചികിത്സ ഉണ്ടാക്കുകയും ചെയ്തു. അന്ന് വരെ പരിഹാരമില്ലാതിരുന്ന, ശപിക്കപ്പെട്ടവരായി കരുതപ്പെട്ടിരുന്ന കുഷ്ഠരോഗികൾ രോഗവിമുക്തരായി മാറി. ലോകത്ത് നിരവധിയായ രോഗങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചതാണ്. ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എന്നാണ് 1905 ഇത് കണ്ടുപിടിക്കുന്നത് വരെ ചികിത്സ പലതും സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് പഴയ കാലത്ത് എല്ലാ രോഗങ്ങളും ശാപമാണെന്നോ ദൈവാനുഗ്രഹമില്ലായ്മയാണെന്നോ കരുതിയിരുന്നു. കാരണം മനുഷ്യന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മനുഷ്യന് കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, തകർച്ചയുടെ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പഠിക്കാൻ സാങ്കേതികമായ വിപുലമായ മേഖല നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. മനുഷ്യന് ദൈവാനുഗ്രഹമായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ദൈവം നമ്മെ നശിപ്പിക്കുന്നവനല്ല. 2 സാമുവേലിന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു ശാപം അനുഗ്രഹമായി മാറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഷമയി ശപിക്കുകയാണ്, ദാവീദിനെ ശപിക്കുകയാണ്. അങ്ങനെ ഷമയി ദാവീദിനെ ശപിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ പറയും, ഈ ചത്ത പട്ടിയുടെ തല വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ചോദിക്കുന്നുണ്ട് ദാവീദ്, സലീപുത്രന്മാരെ, നമ്മൾ എന്തിനാണ് അതിനെ കുറിച്ച് ആകുലരാകുന്നത്? ദൈവം ശപിക്കാൻ പറഞ്ഞിട്ടാണ് അവൻ ശപിക്കുന്നതെങ്കിൽ അവൻ ശപിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് 12-ാം തിരുവചനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപം ദൈവം എന്റെ മേൽ അനുഗ്രഹമാക്കി മാറ്റും. ഭൂമിയിൽ ഒരാളുടെ വാക്കിന് നമ്മെ സ്വാധീനിക്കാനുള്ള ശേഷിയില്ല. വാക്കിനെ നമ്മൾ സ്വാധീനിക്കുന്നത് നമ്മൾ ഭയന്നു പോകുമ്പോഴാണ്. ഒരാൾ നമ്മളോട് നിന്നെ ശപിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയന്നു പോയാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ അത് ബാധിക്കും. ഉപബോധ മനസ്സിനെ ബാധിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ക്ഷയം സംഭവിക്കും, വീഴ്ച ഉണ്ടാവും. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ട് എന്നോ, ആരെങ്കിലും അനുഗ്രഹിച്ചില്ല എന്നോ, ആരെങ്കിലും നമുക്ക് വിരോധമുണ്ടെന്നൊക്കെ തോന്നുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ അത് ക്ഷയിപ്പിക്കും. അങ്ങനെ വാക്കുകൾ നമ്മെ പ്രവർത്തിക്കാനിടയുണ്ട്. പക്ഷെ മനസ്സിലാക്കണം, ക്രിസ്തു എന്ന വാക്ക് ഹൃദയത്തിലുണ്ടെങ്കിൽ, അവൻ അനുഗ്രഹമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ശാപങ്ങളിൽ നിന്ന് അവൻ വിടുവിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്കത് ബാധിക്കില്ല. നമുക്ക് ബാധിക്കുന്നത് മനുഷ്യന്റെ ശാപമോ ദൈവത്തിന്റെ ശാപമല്ല. ദൈവം ഒരിക്കലും ശപിക്കില്ല. മനുഷ്യന്റെ ശാപങ്ങൾക്ക് ശക്തിയുമില്ല. അത് പുരോഹിതനാണെങ്കിലും, മഹാപുരോഹിതനായ ക്രിസ്തു കുരിശിൽ ശപിക്കുകയല്ല ചെയ്തത്, സ്നേഹിക്കുകയാണ് ചെയ്തത്. ഇനി ഒരാൾക്കും ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ ഇരുന്നുകൊണ്ട് നമ്മെ ശപിക്കാൻ സാധ്യമല്ല. അങ്ങനെ ശപിക്കുന്നു എന്ന് തോന്നുന്നത് നമ്മൾ ഭയപ്പെടുമ്പോഴാണ്. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമുക്ക് കുറവും പോരായ്മയുള്ളപ്പോൾ തള്ളിക്കളയാൻ വേണ്ടി അല്ലല്ലോ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ ഏതെങ്കിലും പാപത്തെക്കുറിച്ചോ നമ്മുടെ ഏതെങ്കിലും വീഴ്ചകളെക്കുറിച്ചോ ശിക്ഷിക്കാനല്ലല്ലോ ലോകത്തേക്ക് വന്നത്. അവൻ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അവൻ അകമയുണ്ടെന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരാണ് പ്രധാനം. വീഴ്ചയും കുറവുമുള്ളപ്പോൾ പോലും എന്റെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, എന്റെ വീഴ്ചകൾ മനസ്സിലാക്കും, എന്നെ കൈപിടിച്ച് നടത്തും, അവൻ എന്നെ കൈവിടുകയില്ല. ഈ ഒരു വിശ്വാസത്തെ നമുക്ക് ഉറയ്ക്കാൻ പറ്റണം. നമ്മൾ എത്ര പാപത്തിലോ വീഴ്ചയിലോ ആണെങ്കിലും, പരിമിതികളിലാണെങ്കിലും, ബലഹീനതകൾ നമ്മെ മൂടുന്നുണ്ടെങ്കിലും, എന്റെ ഈശോ എന്നെ രക്ഷിക്കാനായി എന്റെ കൂടെയുണ്ട്. ഈ വീഴ്ചയിൽ നിന്നും എന്നെ അവിടെ നിന്ന് കരകയറ്റും.
ആശ്രയബോധം ഉണ്ടാകണം. ട്രസ്റ്റ് ഇൻ ഹിം. ഏത് കഷ്ടതയിലും ഈ ബോധ്യം ഉണ്ടാകണം. കഷ്ടത സഹനശീലം നൽകും, സഹനശീലം ആത്മധൈര്യം നൽകും, ആത്മധൈര്യം പ്രത്യാശയിലേക്കാണ് എന്നെ നയിക്കുന്നത്. ആ പ്രത്യാശ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട്. ആ പ്രത്യാശ നിശ്ചയമായിട്ടും എന്നെ വിജയത്തിലേക്ക് എത്തിക്കും. ഗലാത്യർ 3:13 കൃത്യമായിട്ട് പറയുന്നുണ്ട്, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. ആ ശാപത്തിന്റെ കുരിശിൽ ക്രിസ്തു സ്വയം അർപ്പിച്ചുകൊണ്ടാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. ആ ശാപത്തിന്റെ കുരിശിൽ അവിടെ നിന്ന് നമ്മെ വീണ്ടെടുത്തു. എല്ലാ ശാപങ്ങളും, അന്ന് വരെയുള്ള ശാപങ്ങൾ നീക്കി മനുഷ്യകുലം അനുഗ്രഹീതമാകുന്ന ക്രിസ്തുവിന്റെ കുരിശിലാണ്. അതുകൊണ്ടാണ് ശാപത്തിന്റെ അടയാളമായ കുരിശ് അനുഗ്രഹത്തിന്റെ ചിഹ്നമായിട്ട് മാറുന്നത്, സംരക്ഷണത്തിന്റെ ചിഹ്നമായിട്ട് മാറുന്നത്. അവൻ നമ്മോടൊപ്പം ഉണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവം നമുക്കറിയാലോ. അവിടെ അവന്റെ രോഗം കൊണ്ടാണ്, പൂർവികരുടെ പാപം കൊണ്ടാണ് അവൻ ഇങ്ങനെ ആയത്. പൂർവിക പാപശാപ ബന്ധനങ്ങൾ കൊണ്ടാണ് അവൻ അന്ധനായതെന്നാണ് അവർ പറയുന്നത്. ഒടുവിൽ അവൻ സൗഖ്യമുള്ളവനാകുമ്പോൾ, അവന് കാഴ്ച ഉണ്ടാകുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇത് എന്റെ മാതാപിതാക്കളുടെയോ ഇവന്റെയോ പാപം മൂലമല്ല, ദൈവമഹത്വം വെളിപ്പെടാനാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെയും നിന്റെ ജീവിതത്തിലെയും പരാജയങ്ങൾ, വീഴ്ചകൾ, തകർച്ചകൾ, രോഗങ്ങൾ, ദാരുണമായ ദുരന്തങ്ങൾ, അവയൊക്കെ ദൈവമഹത്വം വെളിപ്പെടാനുള്ള അവസരങ്ങളാണ്. ദൈവമഹത്വം വെളിപ്പെടും. വയനാട് ദുരന്തം ഉണ്ടായല്ലോ, കഷ്ടമല്ലേ ദുരന്തം ഉണ്ടായത്? എത്രയോ പേർ സഹിച്ചു, എത്രയോ പേർ മരണപ്പെട്ടു, എത്രയോ പേർ വിരഹ ദുഃഖങ്ങളിലായി, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ. സങ്കടമില്ലേ? സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ അതിജീവനത്തിന്റെ ശക്തി നമുക്കിന്ന് അവിടെ കാണാം. അതിജീവിക്കും. മനുഷ്യർ ഒന്നാകെ ഒന്നു ചേർന്ന് ഏത് സാഹചര്യങ്ങളെയും മറികടക്കും. അതിന് ഒരുവന് വീഴ്ച ഉണ്ടാവുമ്പോൾ കരം കോർക്കുക, അവനെ സഹായിക്കുക, അവനെ ഉയർത്താനായി കൂടെ നിൽക്കുക എന്ന പങ്ക് വഹിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ലോകത്ത് മറ്റുള്ളവർ വീഴുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്നവരായി മാറാതെ, അവന് ദൈവം ശപിച്ചു വന്നു, ശാപത്തിന്റെ ഫലമാണെന്ന് പറയാതെ, അവന് കൈ കൊടുക്കാനും അവന് ഉയർത്താനും, നിന്റെ വീഴ്ചയിൽ നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്റെ കൂടെയുണ്ട്, ആ കർത്താവിന്റെ കരമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ബോധ്യത്തോടെ, സഹജീവികൾ എന്ന ബോധ്യത്തോടെ അവരെ രക്ഷിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. രോഗാവസ്ഥയിൽ അതുകൊണ്ടാണ് ചികിത്സ അനിവാര്യമാകുന്നത്. ഓരോ ചികിത്സയും ഓരോ സ്വാതന്ത്ര്യമാണ്. കൺസേൺ ഫോർ ദി അതർ ആണ്. അവരിനോട് കൂട്ടുചേർന്ന് നിൽക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്. ഒരു നഷ്ടവും നഷ്ടമല്ല, കൂടെ ഉണ്ടെന്ന് പറയാനാണ്. മനുഷ്യവംശത്തിന്റെ ഹൃദയം വളരുന്നതും എല്ലാവർക്കും ഒപ്പമായി നിൽക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നതും സാഹോദര്യത്തിന്റെ ശക്തി കൊണ്ട്, സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി നമുക്ക് മാറാനുള്ള അവസരങ്ങൾ മാത്രമാണ് ജീവിതത്തിലെ തകർച്ചകൾ. അവയൊന്നും നമ്മെ നശിപ്പിക്കുന്നവയല്ല. അതുകൊണ്ട് ആദ്യം അറിയണം, ഇതിപ്പോ നമ്മൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല, ഒരു കുറ്റവും ചെയ്യാത്ത ഞാനിങ്ങനെ ആയിരിക്കുന്നത് ഏതോ ശാപം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അത് ഒരു ഒഴികഴിവാണ്, ശാപമല്ല. നമ്മുടെ വീഴ്ചകളാകാം, നമ്മുടെ പ്രയത്നത്തിന്റെ ശ്രദ്ധക്കുറവാകാം, നാം അതിൽ ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യമാകാം. അപ്പം സാധാരണ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് എന്ത് വിചാരിച്ചിട്ടാ? പണം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനൊരു വലിയ അബദ്ധമുള്ളതെന്നറിയാമോ? പണം അല്ല അതിൽ പ്രധാനം. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ചെറിയ കട നടത്തുമ്പോൾ പോലും, ഒരു പണിയിൽ ഏർപ്പെടുമ്പോൾ പോലും, ഒരു അധ്വാനം ചെയ്യുമ്പോൾ പോലും, ഏതും തന്നെയാവട്ടെ പ്രയത്നം, അതിനകത്ത് ഏർപ്പെടുമ്പോൾ അവനവനെ സാക്ഷാത്കരിക്കുക എന്നൊരു കാര്യം അതിനകത്തുണ്ട്. ഞാനൊരു ജോലി ചെയ്യുന്നു, ഞാനതിൽ നിന്ന് കൂലി നേടുന്നു, ഞാൻ എൻ്റെ ഉപജീവനത്തിനായി അധ്വാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ എന്ന വ്യക്തിത്വത്തിന്റെ ഒരു പ്രകാശനമുണ്ട്. ആ പ്രകാശനം എന്റെ ദൈവത്തിന്റെ സഹായത്താലാണെന്ന് പറയുമ്പോൾ ആ പ്രകാശനം പരിശുദ്ധാത്മാവിൽ ദൈവിക മഹത്വത്തിൻ്റെതായിട്ട് മാറും. അങ്ങനെയാണ് പ്രയത്നങ്ങൾ ഫലം ചെയ്യുന്നത്. അതുകൊണ്ട് പണം നേടാനാണ് ലോകത്തെ അധ്വാനവും തെറ്റിദ്ധരിക്കുന്നു, വിജയം നേടുന്ന പ്രശസ്തിക്ക് വേണ്ടിയാണ് തെറ്റിദ്ധരിക്കുന്നത്. അവയിലൊക്കെ നാം കുടുങ്ങിപ്പോകുമ്പോൾ ആത്മപ്രകാശനം എന്ന പ്രാധാന്യമേറിയ സത്യം വിസ്മരിക്കപ്പെടും. അതുകൊണ്ട് ലക്ഷ്യമറിയാതെ ഓടുന്നവൻ ലക്ഷ്യസ്ഥാനത്തെത്തുന്നില്ല. ലക്ഷ്യമറിഞ്ഞ് ഓടാൻ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും ഓട്ടത്തിലെ ഓരോ ഇടർച്ചയും ഓരോ വേദനയും സൗഖ്യാനുഭവമായിട്ട് മാറും. ദൈവം നമ്മെ സംരക്ഷിക്കുന്ന അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. വെളിപാട് പുസ്തകം നമ്മെ എങ്ങനെ പഠിപ്പിക്കുക? ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയാണ്. വെളിപാട് 22:3 പറയാണ്, ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഒന്നും ഉണ്ടായിരിക്കില്ല ശപിക്കപ്പെട്ടതല്ല. ശാപം നീക്കി ക്രിസ്തുവിൽ നാം വിജയം വരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു പക്ഷത്തായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അനുഗ്രഹിക്കുന്നവരായിട്ട് മാറും. 1 പത്രോസ് 3:9 പറയുന്നുണ്ടല്ലോ, അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ലോകത്തുണ്ടാകുന്ന അപകടങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, വീഴ്ചകളൊക്കെ ഒരു പ്രകൃതത്തിന്റെ ഭാഗമാണെന്നറിയണം, നശ്വരതയുടെ ഭാഗമാണെന്നറിയണം. അപൂർണമാണ് ഈ ജീവിതത്തിലെ ഭൗതിക ജീവിതം അല്ലെങ്കിൽ ഭൗതിക മേഖല. അത് പരിപൂർണമാവുന്ന എവിടെയാണ്? ക്രിസ്തുവിലുള്ള ബോധ്യത്തിലാണ്. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവത്തെ പ്രതിയായി മാറുമ്പോഴാണ്, അവനവനെ ജയിക്കുന്നതായി മാറുമ്പോഴാണ്. ഓരോ വീഴ്ചയ്ക്കകത്തും
ദൈവത്തെ തിരിച്ചറിയാനും അവൻ കൂടെ ഉണ്ടെന്ന ബോധ്യത്തോടെ നിരന്തര പരിശ്രമത്തിലൂടെ വിജയത്തിൽ എത്തിച്ചേരാനും വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ചെയ്യുന്ന പ്രവൃത്തികളിലെ നീതിബോധം വേണം, സ്നേഹം നിലനിൽക്കണം, പരമമായ ലക്ഷ്യം ആത്മപ്രകാശനമാകണം. അതിലൂടെ നാം അനുഭവിക്കുന്ന അവനവനെ വ്യക്തിതലത്തിൽ തിരിച്ചറിയുന്ന അനുഭവം ഉണ്ടല്ലോ, നമ്മെയും നമ്മിലുള്ള ദൈവത്തെയും തിരിച്ചറിയുന്നതാവണം. അത് പ്രധാന ലക്ഷ്യമായിട്ട് മാറുമ്പോൾ ഈ ലോകത്തുള്ള ഏത് തകർച്ച അതിജീവിക്കാൻ നമുക്ക് പറ്റും. ഒരു തകർച്ചയും അവസാനമല്ല, ഒരു വീഴ്ചയും നാശമല്ല. അത് ഒരു വീഴ്ച നമുക്കൊരു അനുഭവ പാഠമാണ്. നാം മുന്നേറുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യവംശം ഇന്നുവരെ പരാജയപ്പെട്ടിട്ടില്ല. വ്യക്തിതലത്തിൽ നമ്മൾ വീണു പോകുന്നുണ്ടാകാം, പക്ഷെ ഓരോ വീഴ്ച കഴിയുന്തോറും നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കും. ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, നിരാശപ്പെടുന്നതുകൊണ്ട് അവിടെയാണ് പിശാചിന്റെ പ്രലോഭനം. അവിടെ പിശാച് പ്രലോഭിപ്പിക്കും, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് പറയും. അപ്പൊ പറയേണ്ടത്, നീ അല്ല നിയന്താവ്, നീ അല്ല ഭൂമിയിലേക്ക് വിട്ടത്, എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എന്റെ ദൈവം വിട്ടതാ, ഞാൻ ഇനിയും പ്രയത്നിക്കും. അപ്പൊ പിഴവുകൾ നീക്കി പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയും വിജയം വരിക്കുകയും ചെയ്യാൻ കഴിയും. ആത്യന്തികമായ വിജയം നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിബോധമാണ്, ആത്മപ്രകാശനമാണ്. ആ ആത്മപ്രകാശനത്തിനകത്ത് ദൈവത്തിന്റെ സഹവാസം എത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവോ, ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിതവും തിരിച്ചറിയുന്നുവോ, അത് ആത്മീയ വിജയമായിട്ട് മാറും. രോഗങ്ങൾ വരുമ്പോഴോ, തകർച്ചകൾ ഉണ്ടാകുമ്പോഴോ, വേദനകൾ വരുമ്പോഴോ പഴയ നിയമത്തിലെ കാര്യങ്ങൾ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ശാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മാതാപിതാക്കൾക്ക് നിങ്ങളെ ശപിക്കാൻ കഴിയില്ല, ഒരു പുരോഹിതന് നിങ്ങളെ ശപിക്കാൻ കഴിയില്ല, ഒരാൾക്ക് നിങ്ങളെ ശപിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മേൽ അധികാരമുള്ളത് ക്രിസ്തുവിനാണ്. അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മെ. അതുകൊണ്ട് ഒരാളും നമ്മെ വീഴ്ത്തില്ല, നമ്മെ വീഴ്ത്താൻ ഒരാളെയും ദൈവം അനുവദിക്കില്ല. ദൈവം ഉദ്ധാനം നൽകുന്ന ദൈവമാണ്, വീഴ്ചയുടെ ദൈവമല്ല. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവിടെ നമ്മെ വിമോചിപ്പിച്ചത് വീണു പോകാനല്ല, ഈ ലോകത്തുള്ളതൊന്നും ശിക്ഷയുമല്ല. ശിക്ഷ മരണശേഷമാണ്, തനത് വിധിയിലും പൊതുവിധിയിലുമാണ്. അവിടെയാണ് ശിക്ഷ, ഇവിടെ ശിക്ഷയില്ല. ഈ ലോകം ശിക്ഷയുടെ ലോകമല്ല. ഈ ലോകം അതിജീവനത്തിന്റെ ലോകമാണ്, പ്രയത്നത്തിന്റെ ലോകമാണ്. ഉദ്ധിതനോടുകൂടെ ജീവിതത്തെ നേരിട്ട് ഈ ജീവിതത്തിനകത്ത് അവനവനെ തിരിച്ചറിയാനും അനുഭവിക്കാനും അവനവനുള്ള ദൈവത്തെ തിരിച്ചറിയാനും അങ്ങനെ ആ തിരിച്ചറിവിലൂടെ അപരോന്മുഖമായ ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് ദൈവത്തെ അനുഭവപ്പെടുത്താനും അവരിൽ ദൈവത്തെ കണ്ടുമുട്ടി ജീവിതം ദൈവാരാധനയായിട്ട് അർപ്പിക്കാനും നാം വിളിക്കപ്പെടുന്നു. ഈ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, അല്ലാതെ തെറ്റിദ്ധാരണകളിലേക്ക് പോകരുത്. ശാപത്തെക്കുറിച്ചൊക്കെ മുൻപും പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അവിടെയൊക്കെ പറയുന്നത് ശാപമില്ല എന്ന് തന്നെയാണ്. ശാപം എന്ന കാര്യമില്ല. പണ്ട് സമൂഹത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അജ്ഞത കാലങ്ങളിൽ നമ്മൾ അജ്ഞരല്ല, ക്രിസ്തുവിൽ വെളിവുള്ളവരായിട്ട് മാറിയവരാണ്. വെളിവിന്റെ കതിരായ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. നിത്യമായ രക്ഷയിലേക്ക് നാം വിളിക്കപ്പെടുന്നു. ജീവിതാനുഭവങ്ങളൊക്കെ പടുത്തുയർത്തുന്നവയാണ്, തകർക്കുന്നവയല്ല എന്ന കാര്യം തിരിച്ചറിയണം. ഓരോ സന്ദർഭത്തിലും പ്രളയം വന്നു, തകർന്നു പോകുമ്പോൾ കൂട്ടായ്മ നമ്മൾ കണ്ടു, മനുഷ്യശക്തി, സ്നേഹത്തിന്റെ ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടു. കോവിഡ് വന്നു, അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ വിശപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ആളുകൾ ഭക്ഷണം എത്തിക്കുന്നു, നായ്ക്കൾക്ക് വരെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കരുതുന്നവരായി നമ്മൾ മാറുന്നു. ഒന്നിച്ചു നിൽക്കാനുള്ള അവസരങ്ങളാണ് വീഴ്ചകൾ. ദൈവത്തോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചും ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചും ജീവിതം നയിക്കുമ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ സാക്ഷാത്കരിക്കാൻ പറ്റും, നമ്മിലുള്ള ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ദൈവാനുഭവത്തിന്റെ ഉന്നതമായ തലത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നിരന്തരം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ വെളിവും ബോധവും നമുക്ക് നൽകട്ടെ. ആത്മാവിന്റെ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.